ലോഗോസ് ട്രിവ്യയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. സാംസൺ ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഏത് കാലത്താണ്? ഉത്തരം: ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്. 2. സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ആരെ സന്ദർശിക്കാനാണ് പോയത്? ഉത്തരം: ഭാര്യയെ. 3. സാംസൺ അവൻ്റെ ഭാര്യയെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച് സാംസന്റെ പിതാവ് അവളെ ആർക്കാണ് കൊടുത്തത്? ഉത്തരം: സാംസന്റെ കൂട്ടുകാരന്. 4. അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ? അവളെ സ്വീകരിച്ചാലും. ഇത് പറഞ്ഞതാര്? ഉത്തരം: സാംസന്റെ ഭാര്യയുടെ പിതാവ്. 5. പൂരിപ്പിക്കുക. ഇപ്രാവശ്യവും ഫിലിസ്ത്യരോട് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കുകയില്ല. ഉത്തരം: അതിക്രമം. 6. ഇപ്രാവശ്യവും ഞാൻ ആരോട് അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കുകയില്ല എന്നാണ് സാംസൺ പറഞ്ഞത്. ഉത്തരം: ഫിലിസ്ത്യരോട്. 7. ന്യായാധിപന്മാർ 15:4 പ്രകാരം സാംസൺ പോയി എത്ര കുറുനരികളെയാണ് പിടിച്ചത്? ഉത്തരം: 300. 8. സാംസൺ പോയി 300 കുറുനരികളെ പിടിച്ച് കുറേ പന്തങ്ങളും ഉണ്ടാക്കി ഈ 2 എണ്ണത്തെ വാളോട് വാൾ ചേർത്ത് ബന്ധിച്ച് അവർക്കിടയിൽ എന്താണ് വച്ചുകെട്ടിയത്? ഉത്തരം: പന്തവും. 9. ന്യായാധിപന്മാർ 15:5 പ്രകാരം സാംസൺ പന്തങ്ങൾക്ക് തീ കൊളുത്തി കുറുനരികളെ എവിടേക്കാണ് വിട്ടത്? ഉത്തരം: ഫിലിസ്ത്യരുടെ ധാന്യവിളകളിലേക്ക്. 10. പന്തങ്ങൾക്ക് തീ കൊളുത്തി കുറുനരികളെ ഫിലിസ്ത്യരുടെ ധാന്യവിളകളിലേക്ക് വിട്ടതിനു ശേഷം എന്താണ് സംഭവിച്ചത്? ഉത്തരം: വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തി ചാമ്പലായി. 11. സാംസന്റെ ഭാര്യയെ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതാര്? ഉത്തരം: സാംസന്റെ അമ്മായിയപ്പൻ. 12. സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയത് ആര്? ഉത്തരം: ഫിലിസ്ത്യർ. 13. ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ട് സ്ഥലം വിടും എന്നാണ് സാംസൺ ഫിലിസ്ത്യരോട് പറഞ്ഞത്? ഉത്തരം: പ്രതികാരം. 14. ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: സാംസൺ ഫിലിസ്ത്യരോട്. 15. ന്യായാധിപന്മാർ 15:8 പ്രകാരം സാംസൺ ഫിലിസ്ത്യരെ എങ്ങനെയാണ് കൊന്നുകളഞ്ഞത്? ഉത്തരം: ക്രൂരമായി പ്രഹരിച്ച്. 16. ഫിലിസ്ത്യരെ ക്രൂരമായി കൊന്നുകളഞ്ഞതിനു ശേഷം സാംസൺ എവിടെ പോയാണ് താമസിച്ചത്? ഉത്തരം: ഏത്താം പാറക്കെട്ടിൽ. 17. ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ആക്രമിച്ച പട്ടണം ഏത്? ഉത്തരം: ലേഹി പട്ടണം. 18. ന്യായാധിപന്മാർ 15:10 പ്രകാരം നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ട് എന്ന് ചോദിച്ചതാര്? ഉത്തരം: യൂദായിലെ ജനം. 19. സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് പറഞ്ഞതാര്? ഉത്തരം: ഫിലിസ്ത്യർ. 20. പൂരിപ്പിക്കുക. സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഉത്തരം: ബന്ധനസ്ഥനാക്കുന്നതിന്. 21. നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഫിലിസ്ത്യർ നൽകിയ മറുപടി എന്ത്? ഉത്തരം: സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. 22.
സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് ആര് ആരോട് പറഞ്ഞതാണ്? ഉത്തരം: ഫിലിസ്ത്യർ യൂദായിലെ ജനത്തിനോട്. 23. ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചതാര്? ഉത്തരം: യൂദായിലെ 3000 ആളുകൾ. 24. ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് യൂദായിലെ 3000 ആളുകൾ എവിടെ ചെന്നാണ് സാംസനോട് ചോദിച്ചത്? ഉത്തരം: ഏത്താം പാറയിടുക്കിൽ. 25. ന്യായാധിപന്മാർ 15:11 പ്രകാരം അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു എന്ന് പറഞ്ഞതാര്? ഉത്തരം: സാംസൺ. 26. നിന്നെ ബന്ധിച്ച് ആരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് എന്നാണ് യൂദാജനം പറഞ്ഞത്? ഉത്തരം: ഫിലിസ്ത്യരുടെ കയ്യിൽ. 27. നിങ്ങൾ എൻ്റെ മേൽ എന്ത് ചെയ്യുകയില്ലെന്ന് സത്യം ചെയ്യുക എന്നാണ് സാംസൺ യൂദായിലെ 3000 പേരോട് പറഞ്ഞത്? ഉത്തരം: ചാടി വീഴുകയില്ലെന്ന്. 28. യൂദാജനം സാംസനെ ബന്ധിച്ച് എവിടേക്കാണ് കൊണ്ടുവന്നത്? ഉത്തരം: പാറയ്ക്ക് വെളിയിൽ. 29. യൂദാജനം എത്ര കയറുകൊണ്ട് ബന്ധിച്ചാണ് സാംസനെ പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നത്? ഉത്തരം: 2 കയറുകൊണ്ട്. 30. സാംസൺ ലേഹിയിലെത്തിയപ്പോൾ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തിയത് ആരാണ്? ഉത്തരം: ഫിലിസ്ത്യർ. 31. ന്യായാധിപന്മാർ 15:14 പ്രകാരം കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ സാംസന്റെ മേൽ വന്നപ്പോൾ സംഭവിച്ചത് എന്ത്? ഉത്തരം: സാംസനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായിത്തീർന്നു, കെട്ടുകൾ അറ്റുവീണു. 32. സാംസനെ കെട്ടിയിരുന്ന കയർ എന്തുപോലെ ആയിത്തീർന്നു? ഉത്തരം: കരിഞ്ഞ ചണനൂൽ പോലെ. 33. സാംസൺ 1000 പേരെ കൊന്നത് എങ്ങനെയാണ്? ഉത്തരം: ചത്ത ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട്. 34. പൂരിപ്പിക്കുക. കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ ഡാഷ്. കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഡാഷ് ഞാൻ കൊന്നു. ഉത്തരം: കൂന കൂട്ടി 1000 പേരെ. 35. കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ എന്ത് ചെയ്തു എന്നാണ് സാംസൺ ഘോഷിച്ചത്? ഉത്തരം: കൂന കൂട്ടി. 36. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ എന്ത് ചെയ്തു എന്നാണ് സാംസൺ ഘോഷിച്ചത്? ഉത്തരം: കൊന്നു. 37. കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞിട്ട് സാംസൺ എന്തു ചെയ്തു? ഉത്തരം: എല്ല് എറിഞ്ഞുകളഞ്ഞു. 38. സാംസൺ എല്ല് എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര്? ഉത്തരം: റാമാത്ത് ലേഹി. 39. വലിയ ദാഹം ഉണ്ടായപ്പോൾ സാംസൺ എന്തു ചെയ്തു? ഉത്തരം: കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. 40. പൂരിപ്പിക്കുക. അവിടുത്തെ ദാസൻ്റെ ഡാഷ് ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു. ഉത്തരം: കരങ്ങളാൽ. 41. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് ആരുടെ കൈകളിൽ വീഴണമോ എന്നാണ് സാംസൺ കർത്താവിനോട് ചോദിച്ചത്? ഉത്തരം: അപരിചരിതരുടെ. 42. ന്യായാധിപന്മാർ 15:19 പ്രകാരം ദൈവം എവിടെയാണ് പൊള്ളയായ സ്ഥലം തുറന്നത്? ഉത്തരം: ലേഹിയിൽ. 43. പൊള്ളയായ സ്ഥലത്തു നിന്ന് എന്താണ് പുറപ്പെട്ടത്? ഉത്തരം: ജലം. 44. ന്യായാധിപന്മാർ 15:19 പ്രകാരം
സാംസൺ വെള്ളം കുടിച്ച് എന്തായിത്തീർന്നു എന്നാണ് പറയുന്നത്? ഉത്തരം ഊർജ്ജസ്വലനായി തീർന്നു. 45. സാംസൺ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി തീർന്ന സ്ഥലത്തിന് കിട്ടിയ പേരെന്ത്? ഉത്തരം എൻഹക്കോർ. 46. സാംസൺ ഫിലിസ്തീനരുടെ ഇടയിൽ എത്ര വർഷം ന്യായാധിപനായിരുന്നു? ഉത്തരം 20 വർഷം. 47. ഫിലിസ്തീനരുടെ കാലത്ത് 20 വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത് ആര്? ഉത്തരം സാംസൺ.